ഹലോ. ഇന്നലെ ഈ സരികയും ബാക്കിയുള്ള ആൾക്കാരൊക്കെ ഇരുന്നിട്ട് രേണുസുധിയുടെ ഹൈജീനെ കുറിച്ചിട്ട് തലയിൽ ചൊറിയും തലയൊക്കെ ചൊറിഞ്ഞിട്ട് പേനെടുത്ത് അപ്പുറത്തെ ഇപ്പുറത്തെ ആൾക്കാരുടെ ദേഹത്തിടുന്നൊക്കെ സരികയൊക്കെ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അത് കണ്ടിട്ടായിരിക്കണം, അല്ലെങ്കിൽ മനപ്പൂർവ്വമിട്ടൊരു പണി എന്ന രീതിയിലാണോ ബിഗ് ബോസ് ഇന്ന് രാവിലെ ഹൈജീൻ എന്നുള്ളൊരു മോർണിംഗ് ടാസ്ക് കൊടുത്തത് എന്ന് സംശയമില്ലാതില്ല. സോ അനുമോളും ശൈത്യമൊക്കെ രേണുസുധിയുടെ ഹൈജീനെ കുറിച്ച് എടുത്തങ്ങ് പറഞ്ഞിട്ടുണ്ട്. ആഴ്ചയിൽ ഒരു തവണ തല കുളിക്കത്തുള്ളൂ, ഡെയിലി കുളിക്കത്തില്ല, തല നിറച്ചും പേനാണ്, അവിടെ എവിടെയൊക്കെ ചൊറിഞ്ഞുകൊണ്ട് നടക്കുന്നു, പേനെടുത്ത് ഇങ്ങനെ കളയുന്ന കാണുന്നു എന്നൊക്കെ അനു മുഖത്തടിച്ച് തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് രേണുസുധിക്ക് നന്നായിട്ട് അങ്ങ് കൊണ്ടു. ഉള്ള കാര്യമാണ് പറഞ്ഞത്, അത് കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. ഡെയിലി കുളിക്കണം എന്നുള്ളത് ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. ഡെയിലി കുളിക്കുന്നതിൽ കുഴപ്പമില്ല, ഞങ്ങൾ ഡെയിലി കുളിക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ അവരെ തന്നെ ഓൾറെഡി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അതുമാത്രമല്ല, അവർ പറഞ്ഞതാണ് ഈ രേണുസുധിയുടെ തലയിൽ മൊത്തം പേനായിട്ടുണ്ട് എന്നുള്ളത് ഓൾറെഡി പുറത്തെല്ലാവരും അറിഞ്ഞതാ. ഇത് അതിൻ്റെ അകത്തിരിക്കുന്ന രേണുസുധിക്ക് അറിയത്തില്ലല്ലോ. ടാസ്ക് കഴിഞ്ഞ് ഇപ്പം അവിടെ ഇരുന്ന് കരഞ്ഞങ്ങ് മെഴുകുന്നുണ്ട്. അയ്യോ ബിഗ് ബോസേ, എനിക്ക് വീട്ടിൽ പോണേ, എനിക്ക് വീട്ടിൽ വിടോ, എനിക്കിവിടെ നിൽക്കേണ്ട ഏതൊക്കെ പറഞ്ഞിട്ട് കരഞ്ഞങ്ങ് നിലവിളിക്കുന്നുണ്ട് അതിൻ്റെ അകത്തിരുന്നിട്ട്. മെഴുകാ, പുറത്തുള്ള ആൾക്കാർക്ക് നെഗറ്റീവ് അടിക്കാൻ പാടില്ലല്ലോ. എൻ്റെ പൊന്ന് രേണുവേ, ഓൾറെഡി നെഗറ്റീവ് അടിച്ചത് ആൾക്കാരും മൊത്തം. ഇതൊക്കെ നേരത്തെ എല്ലാവരും അറിഞ്ഞു. അതിൻ്റെ അകത്തുള്ള രേണുസുധിക്ക് അറിയത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതൊക്കെ പുറത്തറിഞ്ഞിട്ട് നാള് കുറേയായി. അതിനേക്കാളും വേറൊരു കോമഡി, ഇന്നലെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇരുന്ന് ചിരിച്ച ആൾക്കാർ ഇന്ന് രേണുവിനെ പോയി സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ അടുത്ത് പോയിരിക്കുന്നു. കഷ്ടം. ഇതൊക്കെ ഓൾറെഡി അനുമോള് മുൻപേ പേഴ്സണലായിട്ട് പറഞ്ഞു കൊടുത്തിട്ടും ചെയ്യാത്തതുകൊണ്ടാണെന്ന് തോന്നുന്നു അനുമോൾ അത് ഇന്ന് പബ്ലിക്കായിട്ട് അങ്ങ് പറഞ്ഞത്. എന്തായാലും നന്നായി. ഇനിയിപ്പോൾ ഈ ഒരു കാര്യത്തിൽ അതിൻ്റെ അകത്ത് ആർക്കും സംശയം വേണ്ടല്ലോ. എന്തരാവോ എന്തോ കരഞ്ഞങ്ങ് മെഴുകുന്നുണ്ട്. സമാധാനിപ്പിക്കാൻ കുറേ ആൾക്കാരും കരഞ്ഞ് മെഴുകാനൊരു രേണുസുധിയും. ഇനിയിപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ ഇവരുടെ ആർമീസ് വന്നിപ്പോൾ തുടങ്ങും, നിനക്കെന്താ വേണ്ടതെന്നുള്ളത്. എടോ നിങ്ങൾക്കൊന്നും വേറെ പണിയില്ലെങ്കിൽ അവിടെ ഇരുന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് തോന്നുന്ന പോലെ വീഡിയോ ഇടും. നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കേട്ടാൽ മതി. എനിക്ക് ഒരു നിർബന്ധമില്ല നിങ്ങൾ വന്ന് കേൾക്കണം എന്നുള്ളത്. ഓക്കെ, ശരി എന്നാൽ ടാറ്റ.